ഹായ്. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ ശ്രീനിവാസനും സത്യൻ അന്തിക്കാടിനെ പോലുള്ള സിനിമാ പ്രവർത്തകർ നമ്മളോട് എന്തോരം വിവരക്കേടുകളാണ് സിനിമ എന്ന മാധ്യമത്തിലൂടെ ഇടതുപക്ഷത്തെ പരിഹസിക്കാൻ വേണ്ടി പലതരത്തിലുള്ള കോമാളിത്തരങ്ങൾ എഴുതി പിടിപ്പിച്ച് സിനിമയായി ചിത്രീകരിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചപ്പോൾ പലതും നിങ്ങൾ ഇന്നും കമ്മ്യൂണിസ്റ്റുകാരെ പരിഹസിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ സന്ദേശ സിനിമയായിക്കോട്ടെ, അല്ലെങ്കിൽ സത്യൻ അന്തിക്കാടിൻ്റെ പല സിനിമകളിൽ അതിൽ 2 സീനുകൾ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ദീപു ഗോപാൽ എന്ന വ്യക്തി കട്ട് ചെയ്തിട്ടിരിക്കുന്ന കാണാനിടയായി. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളത് കണ്ടിരിക്കണം. കാര്യം മലയാളിയെ അരാഷ്ട്രീയവാദിയാക്കാനും ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ അവൻ്റെ പ്രശ്നമല്ല എന്ന് അവനെ പഠിപ്പിക്കുകയും ഇവിടെ ഇടതുപക്ഷക്കാർ പറയുന്ന ഈ ലോകത്താകമാനം ഈ സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടമായിക്കോട്ടെ, അല്ലെങ്കിൽ അമേരിക്കൻ അധിനിവേശത്തിനെതിരെ ആയിക്കോട്ടെ, മറ്റുള്ള അതായത് ഈ സാമ്രാജ്യത്വം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങളുടെ അവകാശങ്ങളിലേക്ക് കടന്നു കയറുക, അവരുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാത്ത ഇടങ്ങളിൽ അതിക്രമിച്ച് കയറുക, അവിടെ ഉള്ളവരെ കൊന്നുകളയുക, ബന്ദിയാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എന്തിനാണ് ഈ നാട്ടിൽ പറയുന്നത്, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്ന സിനിമകൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇല്ലെങ്കിൽ ഓർക്കണം. ഇന്നിപ്പോൾ അടുക്കളകൾ പണിമുടക്കി തുടങ്ങുകയാണ്. എന്തുകൊണ്ട്? ലോകത്തൊരു യുദ്ധം നടന്നപ്പോൾ നമ്മുടെ അടുക്കളകളിലേക്കും ആ യുദ്ധം എത്തിപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട സന്ദർഭമല്ലേ? അവിടെ നടന്നാലും നമ്മളെ അത് ബാധിക്കും. നമ്മുടെ ഉള്ളിലേക്ക് ആശങ്ക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ കൂടി അത് ബാധിക്കുകയാണ്. കാര്യം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിലെ ഉൽപ്പാദിപ്പിക്കുന്നതല്ല, മറ്റു രാജ്യങ്ങളിലാണ്. ആ രാജ്യങ്ങളിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതിനെ വരെ അത് ബാധിക്കുമെന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആ സന്ദർഭങ്ങളിൽ ഇന്നും പലപ്പോഴും നമ്മളെ പരിഹസിക്കാൻ വേണ്ടി ഈ സന്ദേശ സിനിമയിലെ പല രംഗങ്ങൾ, ശ്രീനിവാസൻ സ്വന്തം നിലയ്ക്ക് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് അദ്ദേഹം പിന്നീടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നല്ലൊരു സംഘപരിവാറുകാരനായിരുന്നു. അതുപോലെ തന്നെ സത്യൻ അന്തിക്കാടും സംഘപരിവാറുകാരനായിരുന്നു. അവർക്ക് ചെയ്യാൻ പറ്റുമായിരുന്ന കാര്യങ്ങൾ ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് ആശയത്തെ ഇല്ലാതാക്കാൻ അവരുടെ സംഘപരിവാർ ബുദ്ധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ പ്രവർത്തിക്കുന്ന മേഖലയിലൂടെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ ആ 2 സീനുകൾ നിങ്ങൾ ഇവിടെ കാണിക്കാൻ പോവുകയാണ്. എന്നിട്ട് നിങ്ങൾക്കത് ചിന്തിക്കാവുന്ന അവസരം കൂടി ഉണ്ടാവുകയാണ്. അപ്പോൾ ആ 2 സിനിമകളുടെ സീനൊന്ന് കണ്ടേ. അല്ലാതെ ഇറാഖിൽ അമേരിക്ക എത്ര പട്ടാളക്കാരെ അയച്ചു, ഉത്തര കൊറിയ അണുപരീക്ഷണം നടത്തിയോ, ഫിഡൽ കാസ്ട്രോ ക്യൂബ ഭരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലായി, ഇതൊന്നും ഒരു ശരാശരി മലയാളിയുടെ വിഷയമല്ല. നിക്കാരഗ്വയിലെ ഒട്ടേകയെ പുറത്താക്കി കുത്തക മുതലാളിമാരായ അമേരിക്ക ഒരു പാവ ഗവൺമെന്റിനെ സൃഷ്ടിച്ചു. റുമേനിയയിലും മറ്റൊന്നല്ല സംഭവിച്ചത്. ജർമ്മനിയെ നിങ്ങൾ തകർത്തു. പക്ഷെ വിയറ്റ്നാമിലെയും കംബോഡിയയിലെയും വടക്കൻ കൊറിയയിലെയും ജനങ്ങൾ ഞങ്ങളുടെ ആവേശമാണെന്ന് നീ മനസ്സിലാക്കി. ഇവിടുത്തെ കാര്യം പറയുമ്പോ എന്തിനാ അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത്? കണ്ടല്ലോ, നിക്കരാഗോയും ഒട്ടോകയും ജർമ്മനിയൊക്കെ എന്തിന് ചർച്ച ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്തിനാണ് നമ്മൾ പശ്ചിമേഷ്യയെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത്? പശ്ചിമേഷ്യയിലെ പ്രശ്നം നമ്മളെ ബാധിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? ഹോസ്ദൂർ കടലിടുക്കിലൂടെ ഗ്യാസ് കടന്നു വന്നാൽ മാത്രമേ നമ്മുടെ വീട്ടിലെ അടുക്കള പുകയത്തുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇന്ധനം വന്നാലേ നമ്മുടെ പെട്രോൾ അല്ലെങ്കിൽ നമ്മുടെ വാഹനങ്ങൾ ചലിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത് വരാതിരുന്നാൽ സംഭവിക്കാൻ പോകുന്നത് പെട്രോളും ഡീസലും വരാതിരിക്കുന്നു എന്ന് ചിന്തിക്കുക. കുറച്ച് ദിവസം കൂടി നമുക്ക് ഫുഡ് കഴിച്ചു പോകാം. അത് കഴിഞ്ഞാൽ നമ്മളെല്ലാം കൺസ്യൂമിങ് സ്റ്റേറ്റ് ആണ്. അടുത്ത സംസ്ഥാനത്ത് നിന്ന് ഇതെല്ലാം എങ്ങനെ പെട്രോളും ഡീസലും ഇല്ലാതെ വണ്ടികൾ നിർത്തിയിട്ടാൽ എങ്ങനെ ഫുഡ് ഐറ്റംസ് വരും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊന്നും നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് സംഭവിക്കുമ്പോഴല്ലേ നമ്മൾ പലതിനെയും കുറിച്ച് ആകുലപ്പെടുകയോ ചിന്തിക്കുകയോ ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സംഘി ചിന്താഗതി ഉള്ളവർ നിങ്ങളോട് പറയുന്ന കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ദീർഘവീക്ഷണം സംഭവിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകളെന്നും അവർ ലോകത്താകമാനമുള്ള വിഷയത്തിൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നു എന്ന് പറഞ്ഞാൽ യുദ്ധം അത് എവിടെ സംഭവിച്ചാലും നമ്മളെപ്പോലുള്ള മനുഷ്യരാണ് അതിൻ്റെ കെടുതികളാകുന്നത്. അതിൽ എവിടെയെങ്കിലും ഒരിടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാൽ അത് നമ്മുടെ ജീവിതവുമായിട്ട് ഇൻ്റർ കണക്റ്റഡ് ആണ്. അത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെന്നേ ഉള്ളൂ. അതായത് നമ്മുടെ ജീവിതവുമായിട്ട് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പലർക്കും അത് അറിയത്തില്ല. അന്ന് സത്യൻ അന്തിക്കാട് ഇത് പറയുമ്പോൾ ശരിയാണ്, നമ്മൾ ഇവിടുത്തെ കാര്യം പറയുമ്പോൾ എന്തിനാണ് അവിടുത്തെ കാര്യം പറയുന്നു എന്ന് നിങ്ങൾ ചോദിക്കുന്നിടത്ത് ഇന്ന് നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം ജീവിത അനുഭവമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. എവിടെ യുദ്ധം നടന്നാലും അത് നമ്മെ നേരിട്ട് ബാധിക്കാനുള്ള ഇപ്പോൾ ഇന്ത്യയിൽ ഒരു യുദ്ധം നടക്കുകയാണ്. ഈ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജവാന്മാരായിട്ടുള്ള മനുഷ്യരുടെ ബന്ധുക്കൾ വീട്ടിൽ സമാധാനമായിട്ട് ഉറങ്ങും. അതുപോലെ തന്നെയാണ് ലോകത്താകമാനമുള്ള ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ സൈനികരും. ആ സൈനികരേക്ക് ഞങ്ങൾ രാജ്യസേവനത്തിന് വേണ്ടി വിട്ടു എന്നൊക്കെ ഡയലോഗ് അടിക്കാം. പക്ഷെ അവനും ഒരു മനസ്സുണ്ട്, മനുഷ്യനാണ്. അവൻ്റെ വീട്ടിലിരിക്കുന്നവരടുത്ത് ചോദിച്ചാൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തിയുടെ മനസ്സിനകത്ത് കുടുംബത്തെക്കുറിച്ചുള്ള ചിന്ത വരും. അയാളൊരു മനുഷ്യനാണെങ്കിൽ, അയാൾ റോബോട്ടൊന്നും അല്ലല്ലോ, ഒരു മനസ്സുള്ള മനുഷ്യനാണല്ലോ. ആ നിലയ്ക്ക് അവർക്ക്
ആ സന്ദർഭത്തെ നേരിടുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള ഓർമ്മ, ഞാൻ തിരിച്ചു വരുമോ എന്നുള്ള ചിന്ത, അങ്ങനെ പല ചിന്തകൾ. ഇവിടെ ഇരുന്ന് തിളച്ചു മറിയുന്നവന്മാർക്ക് മനുഷ്യൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള ശേഷിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, നമ്മുടെ നാട്ടിലെ സിനിമകൾ എന്ന നിലയ്ക്കൊക്കെ ആ കാലഘട്ടത്തിലെ ഈ സവർണ സംഘികളായിട്ടുള്ള മനസ്സുകൾ ഒന്ന് ആലോചിച്ചാൽ മതി. അവരുടെ ഉള്ളിൽ എല്ലായ്പ്പോഴും ഈ പഴയതുപോലെ രാജഭരണ കാലമാണ് നമ്മുടെ നാട്ടിൽ വരേണ്ടത്. ആ സമയത്ത് ഇവർക്ക് മാത്രം പ്രിവിലേജ് ഉണ്ടായിരുന്നു, വഴി നടക്കാൻ പറ്റാത്ത മനുഷ്യരായിരുന്നു നമ്മളെല്ലാവരും. ആ മനുഷ്യർക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്യാത്ത രാജഭരണം, ആ മനുഷ്യരെ വഴി നടക്കാനോ അവർക്ക് വസ്ത്രം ധരിക്കാനോ പേരിടാൻ പോലും അവകാശം കൊടുക്കാതിരുന്ന രാജഭരണങ്ങളൊക്കെ ഈ നാട്ടിൽ വരട്ടെ, അതാണ് മികച്ചതെന്നൊക്കെ ഇവർ സിനിമയിലൂടെയൊക്കെ പറഞ്ഞു വയ്ക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, മനുഷ്യന് എന്താണ് സംഭവിച്ചു കഴിഞ്ഞാൽ സംഘികൾ പറയുന്നത് പോലെയല്ല, ലോകത്താകമാനം യുദ്ധം നടന്നു കഴിഞ്ഞാൽ ആ യുദ്ധത്തിൻ്റെ കെടുതികൾ അല്ലെങ്കിൽ നമ്മൾ നേരിട്ടോ അല്ലാതെയോ ഇരകളായിത്തീരും. ആ ഇരകളായിത്തീരുന്നതിൻ്റെ അവസ്ഥയാണ് ഗ്യാസ് ഇല്ലാതെ ജനം തെരുവിലിറങ്ങേണ്ട ഒരു അവസ്ഥ. ഒരാഴ്ചയും കൂടി ഇത് കടന്നു പോയാലുണ്ടല്ലോ, ഭക്ഷണം കിട്ടാതെ മരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടും. അതുകൊണ്ട് ലോകത്തെല്ലായിടത്തും സമാധാനം പുലരട്ടെ എന്ന് ഒരു മനുഷ്യനായി ചിന്തിക്കൂ. സത്യനന്ദിക്കാടും ശ്രീനിവാസനെ പോലുള്ള വിവരക്കേടുകൾ പറഞ്ഞു വെച്ച പല കാര്യങ്ങളും തെറ്റിദ്ധാരണയാണെന്ന് ഇന്നലെ ഉണ്ണി ബാലകൃഷ്ണൻ കൂടി പറയുന്ന ഈ വാചകങ്ങളുടെ കേട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. യുദ്ധം നടക്കുന്നത് ഇസ്രയേലിനും ഇറാനും ഇടയിലാണ്, അതങ്ങ് പശ്ചിമേഷ്യയിലാണ് നടക്കുന്നത്. നമ്മളെ അതെങ്ങനെ ബാധിക്കാനാണ് എന്നൊക്കെ കരുതി ആശ്വസിച്ചിരിക്കുമ്പോഴാണ് നോക്കൂ, നമ്മുടെ അടുക്കളയിലേക്ക് ഈ യുദ്ധം കയറി വന്നിരിക്കുകയാണ്. ഇപ്പോൾ പാചകവാതകം കിട്ടാനില്ല, ഉടൻ തന്നെ പാചകവാതകത്തിന്റെ വില വർദ്ധിക്കാൻ പോവുകയാണ്, പെട്രോളിന്റെ വില വർദ്ധിക്കാൻ പോവുകയാണ്, വാണിജ്യ സിലിണ്ടറുകൾ ഇപ്പോൾ വിതരണം ചെയ്യുന്നില്ല. അടുത്ത ഒരാഴ്ചക്കുള്ളിൽ കേരളത്തിലെ മിക്കവാറും ഹോട്ടലുകളെല്ലാം പൂട്ടാൻ പോവുകയാണ്. പെട്രോളിന്റെയും പാചകവാതകത്തിന്റെയൊക്കെ വില വർദ്ധിച്ചാൽ പിന്നെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില വർദ്ധിക്കുമെന്ന കാര്യത്തിൽ എന്താ സംശയം? ആ അർത്ഥത്തിൽ വലിയൊരു വിലക്കയറ്റം നമ്മൾ അനുഭവിക്കാൻ പോകുന്നു.